പാലക്കാട് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ സിപിഎമ്മുമായി സഹകരിച്ചു പ്രവർത്തിക്കാൻ കോൺഗ്രസ് വിമത നേതാവ് എ വി ഗോപിനാഥിന്റെ തീരുമാനം. IDF എന്ന സ്വതന്ത്ര രാഷ്ട്രീയ കക്ഷിയെ പ്രതിനിധീകരിച്ച് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഇത്തവണ മത്സരിക്കാൻ കൂടിയാണ് ഗോപിനാഥിന്റെ നീക്കം. ശ്രീ എ വി ഗോപിനാഥ്, മുൻ DCC പ്രസിഡന്റ്, കോൺഗ്രസ് വിമത നേതാവ്, അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ് ന്യൂസ് ടെൻസിനൊപ്പം. ശ്രീ എ വി ഗോപിനാഥ്, കഴിഞ്ഞ തവണ കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ പിന്തുണ കൂടി വിജയത്തിൽ നിർണായകമായി വന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ തിരിച്ച് അതേ പിന്തുണ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും CPM-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുക, അങ്ങനെ താങ്കളുടെ തന്നെ പഞ്ചായത്ത് പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഇത്തവണ മത്സരിക്കുക, സജീവമായി വീണ്ടും മത്സര രംഗത്തേക്ക് വരിക, ആ തീരുമാനമാണോ സ്ഥിരീകരിക്കുന്നത്? അത്തരമൊരു തീരുമാനമാണ് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഞങ്ങളും ചേർന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരിടാനാണ് ഇന്ന് വരെയുള്ള ഞങ്ങളുടെ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകൾ, അത് താങ്കൾക്ക് പാലക്കാട് സ്വാഭാവികമായിട്ടും ഈ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ ഏത് തരത്തിലാണെന്ന് കൂടി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ് താങ്കൾ. ഈ കഴിഞ്ഞ സമയങ്ങളുണ്ടായ വിഷയങ്ങളടക്കം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം അടക്കമുള്ളവ, അത് UDF-നെ കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കും ഇത്തവണ, അത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യും, അങ്ങനെ ഒരു പ്രതീക്ഷയാണോ? അല്ല, അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പാലക്കാട്ടിലെ ജനങ്ങളെ ബുദ്ധിയുള്ളവരും വിവേകമുള്ളവരും അറിവുള്ളവരുമാണ്. അത്തരത്തിലൊരു സമീപനം ജനങ്ങൾ സ്വീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. രാഷ്ട്രീയ വിഷയങ്ങളല്ലല്ലോ സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനകീയമായിട്ടുള്ള ആവശ്യങ്ങൾ, അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കാറുണ്ട്. അപ്പോൾ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ താങ്കൾക്ക് വളരെ വ്യക്തമായി അറിയുന്ന ഒരു സ്ഥലം, ഒരിക്കൽ താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കാലത്താണ് മറ്റ് ഒരിക്കലും കിട്ടാത്ത തരത്തിലുള്ള വികസനമൊക്കെ പഞ്ചായത്തിൽ ഉണ്ടായത് എന്നുള്ളത്. അത് ഗുണകരമാകും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്നാണോ? യാതൊരു സംശയമില്ല. മുഖ്യമന്ത്രിയും കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിമാരും ശ്രീ AK ബാലനെല്ലാം തന്നെ പെരിങ്ങോട്ടുകുറിശ്ശിയെ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിൽ ഞാൻ പ്രതിനിധീകരിക്കുമ്പോഴും കൈയഴിഞ്ഞ് സഹായിച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വികസനത്തിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ആ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ല, പഞ്ചായത്തിൻ്റെ വികസനം മാത്രം. നമ്മളിരിക്കുന്ന പഞ്ചായത്തിനെ വികസനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രവർത്തകൻ്റെ സാമാന്യ ബാധ്യതയാണ്. ആ ബാധ്യത ഞാൻ ഈ 10-60 കൊല്ലക്കാലം നിർവഹിച്ചു. ഇനി അത് മുന്നോട്ട് പോകാനുള്ള മാർഗം എന്താണെന്ന് ചിന്തിച്ചപ്പോഴാണ് ഒരു പൊതു മുന്നണി ഉണ്ടാക്കാനും നമ്മളുമായി സഹകരിക്കുന്ന എല്ലാ കക്ഷികളുമായും, അത് കോൺഗ്രസ് ആണെങ്കിൽ ശരി, സഹകരിച്ച് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അതിന് തിരിച്ചടിയാകുകയില്ല അങ്ങനൊരു ആത്മവിശ്വാസവും ഉണ്ട് അല്ലേ? ഈ 60 കൊല്ലം വികാരമുണ്ടായില്ലല്ലോ. 10-60 കൊല്ലക്കാലം കോൺഗ്രസിനെ ഞങ്ങൾ നയിക്കുന്ന സമയത്ത് യാതൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഇപ്പം ഉണ്ടാവേണ്ട കാര്യങ്ങളില്ല. അത്ര വികസന പ്രവർത്തനങ്ങൾ ചെയ്ത പഞ്ചായത്താണ് പെരിങ്ങോട്ടുകുറിശ്ശി. പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ വികസനം നടപ്പിലാക്കണം. ഇന്ന പാർട്ടി ഇന്ന മുന്നണിയിൽ നിന്നൊന്നും അവർക്ക് ചിന്തയില്ല. ഞാൻ ആ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി എൻ്റെ പഞ്ചായത്തിനെ പുരോഗതിയിൽ കൊണ്ടുപോകാൻ എന്താണ് മാർഗം, അതാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പ് സാധാരണ ഇതുവരെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കാണുന്നതിനേക്കാളും പ്രാധാന്യത്തോടു കൂടി കാണുന്നു എന്നാണ് KPCC പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ തിരുവനന്തപുരം തൊട്ട് പാലക്കാട് വരെ, അല്ലെങ്കിൽ അങ്ങോട്ട് കാസർഗോഡ് വരെ മത്സരിപ്പിച്ചുകൊണ്ട് ഇതൊരു സെമി ഫൈനലായിട്ട് കാണുന്നു കോൺഗ്രസ് എന്നാണ് പറയുന്നത്. ആ തരത്തിലുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ താങ്കളും കേട്ടിട്ടുണ്ടല്ലോ. അതിൽ കാര്യമില്ല എന്ന് കണക്കാക്കുന്നു. കോൺഗ്രസിന്റെ ഈ പുതിയ അജണ്ട, പുതിയ ചിട്ടയായിട്ടുള്ള ഈ നടപടികൾ, ഈ പ്രചാരണമൊക്കെ അവർക്ക് ചിലപ്പോൾ ഗുണം ചെയ്യില്ലേ? അതൊന്നും പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല. അതൊന്നും ചിന്തയിൽ പോലും വന്നിട്ടില്ല. ഈ ഗ്രാമത്തിൻ്റെ വികസനം ആർക്കാണ് നിർവഹിക്കാൻ കഴിയുക എന്നുള്ള നല്ല ബുദ്ധിയും വിവേകവും പെരിങ്ങോട്ടുകുറിശ്ശിയിലെ ജനങ്ങൾക്കുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് കാണാൻ കഴിയും. അല്ല, ജനപിന്തുണ ഇല്ല എന്ന് തോന്നിയാൽ അത്ര നല്ല നമ്മുടെ നിലപാടുകൾ ആ സമയത്ത് മറ്റൊരു രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുമല്ലോ.
പെരിങ്ങോട്ടുകുറിശ്ശിക്ക് അപ്പുറത്തേക്ക് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ പ്രവർത്തിക്കണമെന്നുള്ള കോൺഗ്രസിന്റെ ആ ഒരു തീരുമാനം അത് ഏത് തരത്തിൽ കാണുന്നു പുറത്തുനിന്ന് നോക്കുമ്പോൾ താങ്കൾ? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണല്ലോ, ഇത്ര കാലം ഉറങ്ങുകയായിരുന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പോൾ ഇനി ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ ആ ഉറക്കച്ചവടൊക്കെ കാണുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും എത്രയോ വർഷം ഉറങ്ങിയ ഒരു പ്രസ്ഥാനത്തിന്, ഒരു വ്യക്തിക്കോ ഒരു ദിവസം കൊണ്ട് ഉണർന്ന് പ്രവർത്തിക്കാനൊന്നും കഴിയില്ലല്ലോ. അതൊക്കെ മലയാള ഭാഷയുടെ ചില ഭാഗങ്ങൾ മാത്രം ചിലർ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. വലിയ വേദന നിറഞ്ഞ സാഹചര്യങ്ങളൊക്കെ ശേഷമാണ് താങ്കൾ ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങുന്നത്. 2021 താങ്കൾ രാജിവെക്കുന്നു, 21 രാജിവെച്ച താങ്കളെ 24 പാർട്ടി പുറത്താക്കി എന്നതൊക്കെ അങ്ങനെയൊക്കെ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷമവും ആ മുറിവും മറക്കാൻ താങ്കൾക്ക് കഴിയുകയില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. കോൺഗ്രസിൽ എതിർചേരിയിൽ ഇപ്പോഴും പക്ഷേ പല സുഹൃത്തുക്കളും ഉണ്ടാവില്ലേ? എനിക്ക് ധാരാളം സുഹൃത്തുക്കൾ കോൺഗ്രസിൻ്റെ നേതൃത്വം മുതൽ ഇതുവരെയുണ്ട്. ഞാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയോ കോൺഗ്രസ് പാർട്ടിയോ ആക്ഷേപിക്കുന്നില്ല. അവരുടെയും കൂടി സഹകരണം പെരിങ്ങോട്ടുകുറിശ്ശിയുടെ വികസനത്തിന് വേണം എന്ന് പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ സഹകരിക്കാതിരുന്നാൽ ഞങ്ങളാരും വിചാരിച്ചാൽ നിവൃത്തിയില്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പില്ലാത്ത പഞ്ചായത്താക്കി മാറ്റണം എന്ന് ഉദ്ദേശിച്ചതാണ്. അതൊരു കക്ഷിക്കും പരിക്കേൽക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്യും. പക്ഷേ ചിലരത് പരിക്കേൽപ്പിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? താങ്കൾ അങ്ങോട്ട് കാണിക്കുന്ന ആ സൗഹൃദ സമാന സ്വഭാവം കോൺഗ്രസിന്റെ നേതാക്കന്മാർ തിരിച്ചു കാണിക്കുന്നുണ്ടോ? അല്ല, ഇത്ര നേരം ഉണ്ടായിട്ടില്ല. അതൊക്കെ പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ സ്വീകരിക്കേണ്ടതാണ്. പിന്നെ അവർ ബന്ധപ്പെടാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയില്ല. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ സാധ്യതയെക്കുറിച്ച് ഒന്നുകൂടെ ചോദിക്കുമ്പോൾ പാലക്കാട് BJPക്കും നല്ല വളക്കൂറുള്ള മണ്ണാണ്. BJPക്ക് വലിയ തരത്തിലുള്ള പ്രതീക്ഷയുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ തരത്തിലാണ് കാണുന്നത് എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയുകയും ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നു. പാലക്കാട് എങ്ങനെയാണ്, അല്ലെങ്കിൽ പെരിങ്ങോട്ടുകുറിശ്ശിയിൽ ഏത് തരത്തിലാണ് താങ്കൾ BJP നോക്കി കാണുന്നത്? അല്ല, ഞങ്ങൾ BJPക്ക് എന്നും എതിരാണ്. ഇന്ന് മാത്രമല്ല, എന്നും BJPക്ക് എതിരാണ്. BJPക്ക് സഹകരിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കുന്നൊരു പഞ്ചായത്താണ്. ഈ 60 കൊല്ലക്കാലം ആരുടെയും പിന്തുണ നേടാതെ ഒറ്റയ്ക്ക് ഞങ്ങളുടെ ശക്തി കൊണ്ട് ജയിപ്പിച്ച ഒരു പ്രദേശമാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തി പരാജയപ്പെടുത്തണം എന്ന മനസ്സുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിൽ BJPയെ പരാജയപ്പെടുത്താൻ കഴിയും. ഒത്തുകളിച്ചാൽ ഇനിയും BJP തന്നെ ഭരിക്കും. കോൺഗ്രസ് BJP ഒത്തുകളി നടക്കുന്നുണ്ട് എന്നുകൂടിയാണോ ഈ സമയത്തും? അത് കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണ് BJP അധികാരത്തിൽ വന്നത് എന്ന് പാർട്ടി അന്വേഷിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിലൊക്കെ വലിയ BJPയുടെ ഭാഗത്ത് നിന്നായിരുന്നു. ശ്രീ AV ഗോപിനാഥ്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയത് BJPയുടെ ഭാഗത്ത് നിന്നായിരുന്നു. അത് വെറും പ്രഹസനമായിരുന്നു എന്നുകൂടിയാണോ? അതല്ല, എല്ലാ കാലത്തും BJPക്കെതിരെ കോൺഗ്രസ് മത്സരിക്കാറുണ്ട്. സൗകര്യത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ നിർത്താറുണ്ട്, പ്രക്ഷോഭം നടത്താറുണ്ട്. പക്ഷേ ജയിക്കുമ്പോൾ BJPയാണ് ജയിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ മറിച്ചുള്ള ചിത്രമാണല്ലോ കണ്ടത്. അത് വരും സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും ഒക്കെ ഒരു വ്യത്യസ്ത രീതിയിലാണ് ജനങ്ങൾ കാണുന്നത്. ഇന്ത്യ ഭരിക്കാൻ ആരാണ് അർഹൻ എന്ന് നോക്കി അവർ വോട്ട് ചെയ്യുന്നു. കേരളം ഭരിക്കാൻ ആർക്കാണ് അർഹത എന്ന് നോക്കി അവർ വോട്ട് ചെയ്യുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് അർഹത എന്ന് നോക്കി അവർ വോട്ട് ചെയ്യുന്നു. അതൊക്കെ ജനങ്ങളുടെ വോട്ടവകാശത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അതിലൊന്നും നമുക്ക് പ്രതികരിക്കാൻ കഴിയില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്ന് പ്രതീക്ഷയാണെങ്കിൽ കഴിഞ്ഞ കാലത്തൊക്കെ നിയമസഭയിൽ ജയിച്ചത് കോൺഗ്രസ്സാണ്. പക്ഷേ മുനിസിപ്പാലിറ്റി വരുമ്പോൾ, നഗരസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ BJPയാണ് ജയിക്കാറ്. പാലക്കാട് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പാലക്കാട് ജില്ല മൊത്തത്തിൽ BJPക്കുള്ള പ്രതീക്ഷയുണ്ട്. അത് താങ്കൾ ഏത് തരത്തിലാണ് കാണുന്നത്? ഇനി ആ പ്രതീക്ഷ ശരിയാകണമെന്നുണ്ടെങ്കിൽ അതിലും ഈ കോൺഗ്രസിന്റെ ഒത്തുകളി കൂടെ ഉണ്ടാകണം, അങ്ങനെയാണോ? അല്ല, പ്രതീക്ഷ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും ചെയ്യാം. എന്തെല്ലാം പ്രതീക്ഷിക്കാൻ കഴിയും?
ഈ രാജ്യത്ത്. കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന നമ്മൾ എത്ര തവണ ഇന്ത്യ രാജ്യത്ത് പ്രതീക്ഷിച്ചതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്ന് BJP അല്ലേ. പക്ഷേ ഇക്കുറി ഇടതുപക്ഷം പാലക്കാട് ജില്ലയിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകും. കോൺഗ്രസ് എങ്ങനെ പോകും എന്നുള്ളത് അവരുടെ നേതാക്കന്മാരോട് തന്നെ ചോദിക്കണം. ഈ IDF ഇത്തവണ സ്വതന്ത്ര കക്ഷിയായി മത്സരിക്കുന്നു. LDFിന്റെ പിന്തുണയോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ആണ് എന്നുള്ള ഒരു പ്രവചനമുള്ള സ്ഥിതിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ വ്യക്തമായിട്ടുള്ള പിന്തുണ ഉണ്ടായിരുന്നതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് തൊട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ കൂടുതലുള്ള ഒരു സഹകരണത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ ഇടതുപക്ഷവുമായിട്ടും CPM? അല്ല, ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വളരെ ശക്തമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനം. അതെന്ത് ഏത് എന്ന് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് അതൊരു സസ്പെൻസ് താങ്കൾ ഉള്ളിൽ വെച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരുപക്ഷെ അതിൽ CPMലേക്ക് നേരിട്ടുള്ള ഒരു എൻട്രി എന്ന് കരുതാമോ? അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടോ? അങ്ങനെയൊന്നും ഒരിക്കലും കരുതാൻ കഴിയില്ല. കോൺഗ്രസ് എൻ്റെ ഒരു മുഖ്യ ശത്രുവൊന്നുമല്ല. കോൺഗ്രസിനോട് എനിക്ക് വ്യക്തിപരമായ വൈരാഗ്യ കോൺഗ്രസ് നേതാക്കന്മാരെ ആക്ഷേപിക്കാനൊന്നും ഞാൻ തയ്യാറില്ല. പക്ഷേ ഞങ്ങളെ സഹായിച്ചവരെ സഹായിക്കുക എന്നുള്ളത് ധാർമ്മികമായ ഒരു ബാധ്യതയാണ്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കും. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുറത്തു നിന്നുള്ള ഒരു പിന്തുണയായിരിക്കും ഇടതുപക്ഷത്തിന് കൊടുക്കുക. അല്ല, പുറത്തുനിന്നായാലും ശരി അകത്തുനിന്നാണെച്ചാലും ശരി മറ്റു പാർട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും ശരി, ഞങ്ങളെ കൈയഴിച്ച് സഹായിച്ചവരെ ആത്മാർത്ഥ വിശ്വാസവഞ്ചന രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഞങ്ങൾ സ്വീകരിക്കില്ല. അതുകൊണ്ട് അതേത് തരത്തിൽ വരും എന്ന് എനിക്ക് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. അകത്ത് നിന്ന് സഹകരിച്ചേക്കാം എന്നുള്ളൊരു വാക്ക് താങ്കൾ എടുത്തു പറഞ്ഞതുകൊണ്ടാണ് ഞാനത് ഒന്നും കൂടെ എടുത്തു ചോദിക്കുന്നത്. ആ തരത്തിലേക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സഹകരണം കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന ഒരു ചിത്രം വന്നുകൂടായികയില്ല അല്ലേ? കണ്ടേക്കാം. അതില്ല എന്ന് പറഞ്ഞ് പിന്നീട് ഉണ്ട് എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. സാഹചര്യങ്ങൾ അത്തരം ഒരു സാഹചര്യം ഇല്ലായ്മയൊന്നുമില്ല. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ രീതിയിലുള്ള വളരെ തുറന്ന ഒരു പിന്തുണ CPMൽ നിന്ന് ലഭിക്കുന്നു, LDFിൽ നിന്ന് ലഭിക്കുന്നു എങ്കിൽ ഒരുപക്ഷെ വാതിലുകൾ കുറച്ചുകൂടി തുറന്നിട്ടേക്കാം. ഞങ്ങൾ തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. കഴിഞ്ഞ 10-50 കൊല്ലകാലം കഠിന പോരാട്ടം നടത്തിയവരാണ് ഞങ്ങൾ തമ്മിൽ. എല്ലാവിധ പോരാട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വേദന. പക്ഷെ ഞങ്ങളെല്ലാം മറന്നു. എല്ലാവരും കൂടി രണ്ട് കക്ഷികളും ഒരു പാർട്ടി പോലെ ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം പോലും ഇവിടെ ഉണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. പാർട്ടി നേതാക്കന്മാർ അത്ര നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ നന്ദി. ശ്രീ AV ഗോപിനാഥാണ് നമുക്കൊപ്പം ചേർന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര കക്ഷിയായിട്ട് IDF ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് ഇടതുപക്ഷമായിട്ട് സഹകരിക്കും. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ മത്സരിക്കാനുള്ള നീക്കത്തിലേക്ക് അദ്ദേഹം കടക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഈ അടുപ്പം കൂടുതൽ ശക്തമാകുമെന്നുള്ള സൂചനകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ട്. ന്യൂസ് 10-നൊപ്പം ചേരുകയായിരുന്നു ശ്രീ AV ഗോപിനാഥ്. വളരെയധികം നന്ദി.